സ്വന്തമായി ജലവൈദ്യുതി നിലയം സ്ഥാപിച്ച് കോങ്കോയിലെ യുവ സന്യാസിനി. 90 ദശലക്ഷം ജനസംഖ്യയുള്ള കോങ്കോയിൽ 20% മാത്രമാണ് വൈദ്യുതി ലഭ്യമായിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് 2 സ്കൂളുകൾക്കും അടുത്തുള്ള ദേവാലയത്തിനും ആശുപത്രിക്കും ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള നിലയം സിസ്റ്റർ അൽഫോൻസിൻ സൈസ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സിസ്റ്റർ അൽഫോൻസിൻ സൈസ മിക്ക ദിവസവും വെള്ള ശിരോവസ്ത്രവും റബ്ബർ ബൂട്ടും ധരിച്ച് സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ജലവൈദ്യുതി നിലയത്തിൽ പരീക്ഷണങ്ങളിലാണ്. സന്യാസിനിയായ ശേഷം മഠത്തിലെ അറ്റകുറ്റ ഇലക്ട്രിക്കൽ പണികളിൽ സിസ്റ്റർ തൽപരയായിരുന്നു. ലക്ഷക്കണക്കിന് പണം സംഭാവനയായി കോങ്കോയിലേക്ക് ഒഴുകുന്നുണ്ടെങ്കിലും ഇവിടുത്തെ 90 ദശലക്ഷം ജനങ്ങളിൽ 20% മാത്രമാണ് വൈദ്യുതി ലഭ്യമായിട്ടുള്ളത്. അതും ആഴ്ചയിൽ 2-3 ദിവസം മാത്രം. ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ആരോഗ്യ മേഖലയെയും വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. സിസ്റ്റർ അൽഫോൻസിൻ സൈസയുടെ സന്യാസ സഭ നടത്തുന്ന സ്കൂളുകളിൽ വൈദ്യുതി ലഭ്യത കുറഞ്ഞതിനെ തുടർന്ന് കമ്പ്യൂട്ടറുകൾ ഉണ്ടായിട്ടും കുട്ടികളുടെ കമ്പ്യൂട്ടർ പഠനം പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നത് സിസ്റ്ററിനെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു. ഈ സന്ദർഭത്തിലാണ് ഇലക്ട്രിക്കൽ മേഖലയിൽ താൽപര്യമുള്ള സിസ്റ്റർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത്. സിസ്റ്ററിന്റെ മഠത്തിലാണെങ്കിൽ ഇലക്ട്രിക്കൽ ജോലികൾ ചെയ്യാൻ ഒരു വിദഗ്ധയെ ആവശ്യമായിരുന്നത് സിസ്റ്ററിന് ഗുണം ചെയ്തു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠനശേഷം സ്കൂളിലെ കുട്ടികളുടെ ദുരവസ്ഥ കണ്ടപ്പോഴാണ് ഒരു വൈദ്യുതി നിലയം എന്ന ആശയം സിസ്റ്ററിന്റെയും മഠാധികൃതരുടെയും മനസ്സിൽ ഉദിക്കുന്നത്. പിന്നീട് ധനസമാഹരണത്തിനുള്ള നീക്കങ്ങൾ 2015 ആരംഭിച്ചു. ഒരു പ്ലാന്റ് തുടങ്ങാൻ ആവശ്യമായ $3 ലക്ഷം സ്വരൂപിക്കാൻ മഠത്തിന് 3 വർഷം വേണ്ടി വന്നു. എങ്കിലും ഈ ജലവൈദ്യുതി നിലയം ഇന്ന് 0.05-നും 0.1 മെഗാവാട്ടിനുമിടയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കാര്യക്ഷമമാണ്. അതിനാൽ തന്നെ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന മീഠിയിലെ 2 സ്കൂളുകൾക്കും അടുത്തുള്ള ദേവാലയത്തിനും ആശുപത്രിക്കും ആവശ്യമായ വൈദ്യുതി ഈ നിലയം നൽകി വരുന്നു. സിസ്റ്റർ അൽഫോൻസിൻ സൈസയെ സഹായിക്കാൻ ഒരു കൂട്ടം സന്യാസിനിമാരും എഞ്ചിനീയർമാരും സന്നദ്ധരായി കൂടെയുണ്ട്. കോങ്കോയിലെ മറ്റ് മേഖലകളിലേക്ക് വൈദ്യുതി എത്തിക്കാൻ ഭാവിയിൽ കഴിയും എന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.